രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട് ദുരന്തം നടന്നിട്ട് നാളെ 1 വർഷം. വയനാട് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ ഒന്നാകെ ഒലിച്ചുപോയ ദുരന്തത്തിൽ 298 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനുമപ്പുറമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവിടെ എങ്ങും എത്തിയിട്ടില്ല. അർജുൻ PS ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അർജുൻ, 1 വർഷത്തിന് ശേഷം ആ ചൂരൽമലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? അവിടുത്തെ നിസ്സഹായരായ നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സങ്കടകരമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ചൂരൽമലയിലുള്ളത്. ചൂരൽമല, മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിമറ്റം, ഈ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിഷമിപ്പിക്കുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുവാൻ സാധിക്കുക. കല്ലും അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചെളികളുമല്ലാതെ മറ്റൊന്നും ഈ സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. മൂകമായ പ്രദേശങ്ങളാണ്. ഈ 3 പ്രദേശത്തും ആളുകളില്ല, ആരും താമസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ അവസ്ഥ. നാളെ എന്തിനാ തന്നെയും 1 വർഷം പൂർത്തിയാവുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 1 വർഷം നാളെ പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്. ഇത്തരത്തിൽ ടൗൺഷിപ്പ് പദ്ധതി പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതിയുടെ പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, വിവിധ ആളുകൾക്കും സർക്കാർ നൽകുന്ന ധനസഹായങ്ങൾ പകുതി പേർക്കും എത്തുന്നില്ല എന്നുള്ളതടക്കമുള്ള ഒരു വിഷമകര കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മളോട് ജനങ്ങൾ പങ്കുവെച്ച കാര്യമാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുന്നപ്പുഴയുടെ കാര്യം, ചൂരൽമലയിൽ കൂടി ഒഴുകി വരുന്ന പുന്നപ്പുഴ, ആ പുന്നപ്പുഴ നവീകരണത്തിനായി കോടികൾ സർക്കാർ ചെലവഴിച്ചെങ്കിലും അതൊന്നും എവിടെയും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അതായത് ഈ പുന്നപ്പുഴയിൽ നിന്നും അവശിഷ്ടങ്ങളൊക്കെ വാരി സൈഡിലിട്ട് എന്നല്ലാതെ അതൊന്നും ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് അത്ര രീതിയിൽ ഒരു മതിൽ കെട്ടി സംരക്ഷിക്കുവാനോ ഒന്നും ആ രീതിയിലൊന്നും സർക്കാർ നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറെ വലിയ ഒരു ദുഃഖകരമായ ഒരു കാര്യം. ആ ഒരു പുഴ നശിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ അവസ്ഥ ഈ പ്രദേശത്ത് തന്നെ നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഇവർക്ക് വേണ്ടത് മറ്റു കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഈ ചൂരൽമല പ്രദേശത്തില്ല എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു കാര്യം എന്നുള്ളത് പറയുവാൻ കഴിയുന്നത്. അതായത് ഈ ചൂരൽമല മേപ്പാടി വരെയുള്ള റോഡ് ഇത് പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. 1 വർഷമായിട്ട്, അതായത് ദുരന്തം കഴിഞ്ഞ 1 വർഷമായിട്ടും ഈ പ്രദേശത്തേക്ക്, അതായത് ഈ ഗോ നോ സോൺ ഏരിയയിൽ അല്ലാതെ താമസിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് എത്തിപ്പെടുവാനുള്ള നല്ല റോഡോ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡോ ഇല്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായ കാര്യം. മാത്രമല്ല, ഒരു മെഡിസിൻ സൗകര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. സ്വാഭാവികമായും വെള്ളാർമല സ്കൂൾ അടക്കം തകർന്നു കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് ഈ വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ പോകുന്നത് ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചൂരൽമലയിൽ നിന്ന് കേരളത്തിന്റെ ഉള്ളുലഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാക്കുകയാണ് നാളെ. ഇപ്പോഴും പഴയ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ചൂരൽമലയിലും വയനാട്ടിലും. വിവരങ്ങളാണ് അർജുൻ പങ്കുവച്ചത്.